ഹലോ ഗായ്സ്, എൻ്റെ പേര് ദാനിഷ് റോഷൻ. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ എടുക്ക് നല്ല അടിപൊളി വ്ളോഗ് എടുത്തിട്ട് ഞാനിവിടെ പുതിയ വീട്ടിലേക്കൊക്കെ മാറി. അപ്പോൾ അതിൻ്റെ വ്ളോഗ്, പിന്നെ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള സ്ട്രഗിള്, അതിൻ്റെ ഇടയ്ക്ക് ചെക്കാകെ വീണ് അതിൻ്റെ കുറേ ഫുട്ടേജ് ഉണ്ട്. നിങ്ങൾക്ക് ചിരിച്ച് മരിക്കാനുള്ള എല്ലാവിധ ഫുട്ടേജും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തറവാട്ടിലേക്ക് പോകുന്ന വിഷ്വൽസ് കാണാം, എന്നിട്ട് ബാക്കി. ഗായ്സ്, നമ്മളെ തറവാട്ടിലേക്ക് പോകാൻ പോവാണ്. ഇതാണ് തറവാട്ടിലേക്കുള്ള ബാക്കി. മോനെ ഈ കുളം നല്ല കേട്ടോ, റോഡാണ്. കുളവും റോഡും കൂടി ഒരു വൈപ്പ്. റോഡ് പഞ്ചായത്ത് പ്ലാൻ. അതാണ് ഗൈസ്, തറവാട് എത്താനായി. ഇതാണ് ഗൈസ് തറവാട്ടിലേക്കുള്ള വഴി. ഈയിലൂടെ വണ്ടി ഓടിച്ച ഏത് ഡ്രൈവറും എക്സ്പേർട്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ വീടെത്തി. ഇവിടുത്തെ എന്താ പറയാ, അത് നമ്മള് വന്ന വഴി. അതാണ് നമ്മളിപ്പോ വന്ന റോഡ്. ആടുന്ന് കണ്ടതാണ് ഇതാ കിടക്കുന്നു. ഹായ് പറ, ഇപ്പൊ ഹായ് പറ. ബോട്ടിക്കറിങ്കി അല്ല ഒക്കെ കൊണ്ടുപോയിക്കോളൂ. ചോറ് വെച്ചിയോ? അടിപൊളി ബോട്ടിക്കറി കഴിക്കുക. എങ്ങനെയുണ്ട് ഇപ്പൊ മേ? ഗൈസ്, നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. നല്ല അടിപൊളി ഫുഡ് സ്പോട്ടിലേക്ക് നമ്മുടെ നൗഷാദ് വണ്ടി വിടാൻ പോവാണ്. നമ്മൾ ചായ കുടിക്കാൻ ഒരു പീടികയിലേക്ക് വന്നാണ്. അപ്പോൾ ഇവിടുന്ന് മിൽക്ക് സർബത്തും നല്ല അടിപൊളി ചിക്കൻ പഫ്സും കഴിച്ചിട്ട് നമ്മൾ ബാക്കി ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പുതിയ വീടൊന്ന് സെറ്റ് ആക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ ലൈഫ് സെറ്റ്. വെള്ളിയാഴ്ച അന്നശ്ശേരി പോവുക, ബോക്സിംഗ് ക്ലാസ് ജോയിൻ ചെയ്യുക, പിന്നെ അങ്ങോട്ട് ഇറങ്ങി കയറുക, അടിച്ചു പൊട്ടി. ഇനി ഞങ്ങളെ പഴയ വീട്ടിൽ നിന്ന് ഒരു അൽമാരി എടുത്തിട്ട് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയാണ് ഞാനും ചെക്കാക്കി. പക്ഷെ അതെല്ലാം കൂടി തകരാറായി പോയി. അത് കാക്കിൻ്റെ മേലേക്ക് വീണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസുകളൊന്ന് കണ്ടുപോയി. ഞാളെ കൂടെ ഇതാക്കണ്ട, മെല്ലെ ഞാൻ താഴ്ത്തി വെച്ചാൽ അങ്ങനെ ഞാക്ക് മാത്രം കട്ടിൽ പൊക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ ഞാനെന്താക്കി, അപ്പുറത്തെ പോലെ 2 പണിക്കാരെയും വിളിച്ച് ഞാൻ 4 ആളും കൂടി അത് പൊക്കി. എടുക്കേണ്ടിട്ട് ഉള്ളേരി പോവാണ്. അഷ്റഫാണ് വണ്ടി ഓടിക്കുന്നത്. അവിടെ പോയി കട്ടിലൊക്കെ എടുത്ത് തിരിച്ച് കുറേ സെറ്റ് ആയാല് ഇന്നത്തെ പരിപാടി. ഒരു വണ്ടി അല്ലോ ഇവർക്ക് വല്ലാതെ എന്താ പറയാ, റോഡിൽ നിറ ഒരേന്ന് കൊണ്ടുപോയി സൗദിയിലെ. എത്ര കൊല്ലോ? 22 കൊല്ലോ സൗദിയിലോ? 18 വർഷത്തെ ഷിപ്പ്യാർഡിലാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞാണോ നിങ്ങൾക്ക് യൂട്യൂബില് ആൾക്കാർ കണ്ടാലോ? യൂട്യൂബില് അതായത് ആദ്യം സൗദിയിലായി, പിന്നെ അവിടുന്ന് പിന്നെ നാട്ടിൽ വന്ന് കല്യാണം കഴിച്ച് ഇവിടെ കൂടി, പിന്നെ 5 കൊല്ലം കഴിഞ്ഞാൽ പോയി. 5 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും പോയി. 17 കൊല്ലോ 18 കൊല്ലോ സൗദിയിൽ, റിയാദിൽ. നിങ്ങൾ അതിന്റെ അടുക്ക് നാട്ടിലൊക്കെ വരുന്നുണ്ടായിരുന്നു? നാട്ടിൽ വരും, നാട്ടിൽ ഇങ്ങനെ വരും, നാട്ടിൽ 5-6 ആട്, പിന്നെ ആട് കുട്ടികളെ
ഇവിടെ ജീവിക്കാൻ കഴിയും. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാല് ഓൾറൗണ്ടർ ഓൾറൗണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ആളായിരിക്കും അല്ലേ? അവിടെ ക്ലീനിങ് ചെയ്യുന്നവരും തൊഴിലാളിയല്ലേ, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം എന്ത് പണിയാണെങ്കിലും. ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ 18, അതായത് 18 എന്താ പറഞ്ഞ 18, 22 കൊല്ലം ഗൾഫിൽ നിന്നിട്ടാണ്. ഞാനൊരു 5 സെന്റ് സ്ഥലവും ചെറിയൊരു വീട്, 22 കൊല്ലം നയിച്ചിട്ട് 5 സെന്റ് സ്ഥലവും ചെറിയൊരു വീട്, എന്റെ കുടുംബം അന്തസ്സായിട്ട് ജീവിക്കുന്നത്. ഒക്കെ അതായത് എന്റെ മോള് പോ പിന്നെ ഒരാൾ അക്കൗണ്ടന്റാ, പിന്നെ ചെറിയ മോള് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക ജെഡിറ്റില്, എന്നെക്കാട്ടിയും നല്ല കളറാ ചെറുത്. അല്ല അങ്ങനല്ല, ജീവിക്കാൻ വേണ്ടിട്ട് ഒരു തരികട എന്താണ് ജീവിക്കാൻ നല്ലൊരു സ്ഥലത്തേക്ക്. മൂപ്പർ നമ്മൾ വിചാരിക്കുന്നമായിരുന്ന ആളല്ല. 5-6 ആട്, പോത്ത്, 22 കൊല്ലം ഗൾഫില്, പിന്നെ അക്കൗണ്ടന്റ്, എഞ്ചിനീയർ, മക്കള്, പുള്ളി ലൈഫൊക്കെ സെറ്റിലാണ്. ഇപ്പൊ വാപ്പോട്ട് കൊടുക്കല അവര്. ഇപ്പൊ എത്ര കൊല്ലായി ഡ്രൈവ് ചെയ്യുന്നത്? 18 വയസ്സ് ഡ്രൈവിംഗ് ലൈസൻസ്. 18-ാം വയസ്സ് മുതൽ തുടങ്ങി. എന്റെ 3 ആഗ്രഹമാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കുക, ഒരുത്തനോട് ഇറക്കാണ്ട്. ആരും എന്റെ വലിയ ചായ അങ്ങോട്ട് വാങ്ങി കൊടുക്കല്ലോ. വിഷയമില്ല, വണ്ടി ഞാൻ ഓട്ടു, പക്ഷേ പിന്നെ ഒരു വണ്ടി ധൈര്യം കിട്ടിയില്ല. അതെ, അത് നേക്കായി വന്നിട്ടില്ല. അതാണ് ഞാൻ എത്രയോ ആളെ ഡ്രൈവറാക്കി കണ്ടമാനാണ്. ഇവിടെ നൗഷാക്കാക്കി ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ അഷ്റഫൊക്കെ സെറ്റാക്കി ഒക്കെ റെഡിയാക്കി നമ്മുടെ മോനല്ലേ, അവനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത്രയും ചെറുപ്പത്തിൽ എന്തുണ്ട്, ഒരു മീൻ കച്ചവടത്തിലാണെങ്കിലും ഓൻ അവിടെ ഇരിക്കുന്നുണ്ട്, അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിലും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ അൽമാരിയും കട്ടിലും കാര്യങ്ങളൊക്കെ ലോറിൻ്റെ ബാഗിൽ കയറ്റിക്ക് ഇനി നമ്മൾ തിരിച്ച് പുറക്ക് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി, ഇനി കട്ടിൽ ഇറക്കിയാൽ മാത്രം മതി. നിങ്ങൾ ഫിറ്റ് ചെയ്യൂലേ? അങ്ങനെ ഉള്ളിയിലൊക്കെ പോയി നമ്മളെ കട്ടിൽ കയറ്റി പുറയിലെത്തി. ഇനിയാണ് ശരിക്കുള്ള പണി. ഇവിടെ ഉള്ള ചെറിയ കട്ടിലെടുത്തിട്ട് ഞാൻ വീടിൻ്റെ മുകളിലേക്ക് വെച്ച് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കൂടെ ഉണ്ട്, അതൊന്ന് കണ്ടു. ഫസ്റ്റ് പാവ എനിക്ക് അപ്പുറം നിന്നൂടാനോ, ആടാ വെയിറ്റ് നിന്നോ. ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു വ്ലോഗാണ്, എൻ്റെ ABCD ഒന്നും അറിയില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളെ സപ്പോർട്ടുമായിരിക്കും ഇനി വരുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ബൈ, താങ്ക് യു ഓൾ.